വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ കീം 2024 നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ് തരാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഫേസ് അലോട്ട്മെന്റ് ടു എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വിച്ച് മീൻസ് നമുക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ, അതായത് ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ നമുക്ക് അതിനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പൊ പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഫേസ് അലോട്ട്മെന്റ്, ഈ തേർഡ് ഫേസ് അലോട്ട്മെന്റ് ടു എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി കോഴ്സ് എന്ന് പറയുന്നതായിരിക്കും ഈ വർഷത്തെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഫേസ് ഓഫ് അലോട്ട്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇനി ഏറ്റവും അവസാനത്തെ ഫേസ്, ഈ തേർഡ് ഫേസ് അലോട്ട്മെന്റ് ആയിരിക്കും. സോ അതിനുശേഷം ഏതെങ്കിലും സീറ്റുകൾ വേക്കന്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കോളേജസിലേക്കുള്ളതാണെങ്കിൽ അത് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ DTE ആയിരിക്കും ആ ഒരു വേക്കന്റ് സീറ്റ്സ് ഫിൽ ചെയ്യുന്നത്. ബാക്കിയുള്ള കോളേജുകൾക്കൊക്കെ കോളേജ് അതോറിറ്റീസ് ആയിരിക്കും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് ബാക്കിയുള്ള സീറ്റുകൾ ഫിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് ഓട്ടോണോമസ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കുള്ള ഏറ്റവും ലാസ്റ്റ് ഫേസ് ഓഫ് അലോട്ട്മെന്റ് ആണ്, അതായത് അവസാനത്തെ ഒരു അവസരമാണ് ഈ ഒരു തേർഡ് ഫേസ് ഓഫ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഒരു സീറ്റ് കിട്ടാനുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താതെ നോക്കാനുള്ള ഏറ്റവും ലാസ്റ്റ് ചാൻസ് ആണ്. സോ നമുക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ തേർഡ് ഫേസിൽ എങ്ങനെയാന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ സെക്കൻഡ് ഫേസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസിൽ കൊടുത്തിരുന്ന ഓപ്ഷൻസ് നമുക്ക് റീഅറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ തേർഡ് ഫേസിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഫ്രഷ് ആയിട്ട് ഓൺലൈൻ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. എന്ന് വരെ 26-ാം തീയതി വരെ, ഓഗസ്റ്റ് 26-ാം തീയതി വരെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം തന്നെ, വിച്ച് മീൻസ് എഞ്ചിനീയറിംഗ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് 26-ാം തീയതി വരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഓക്കെ, ഇനി നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 26-ാം തീയതി വരെ ഓപ്ഷൻസ് കൊടുക്കുന്നവരെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എഞ്ചിനീയറിംഗ് ഫാർമസി അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകൾക്കൊക്കെ 28-ാം തീയതി അതിന്റെ പ്രൊവിഷണൽ ലിസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ഡേ തന്നെ ഫൈനൽ ലിസ്റ്റും വരും. ഇനി കുറെ പേർക്ക് സംശയം ഉണ്ടായിരിക്കും, അതായത് ഓൾറെഡി ഇപ്പൊ സെക്കൻഡ് ഫേസ് കഴിഞ്ഞൊക്കെ അഡ്മിഷൻ എടുത്തില്ലേ, ഇനി തേർഡ് ഫേസിൽ നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോന്ന്. അതിനും കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഫേസിൽ അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ എടുത്തവര് ഈ ഒരു ഫേസിൽ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുകയോ രജിസ്റ്റർ ചെയ്യുകയോ കൺഫേം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അവരുടെ നേരത്തെ പ്രീവിയസ് ഫേസിലുള്ള അലോട്ട്മെന്റും അഡ്മിഷനും അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ദോസ് ഹു ഗോട്ട് an allotment admission in the previous phases and do not register, confirm and rearrange options for this phase, the admission through the allotment in the previous phase shall be retained. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങളിപ്പോ ഈ ഒരു ഫേസിൽ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ഓപ്ഷൻസ് കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കിട്ടിയത് അതേപോലെ തന്നെ ഉണ്ടാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫേസിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്ത് കിട്ടുന്നോ അതിനനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ തേർഡ് ഫേസിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് വേറൊരു കോളേജിലോ കോഴ്സിലോ കിട്ടി, നമ്മൾ അവിടെ ജോയിൻ ചെയ്തില്ല, പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേസിലെയും ലാസ്റ്റ് ഫേസിലെയും എല്ലാ അലോട്ട്മെന്റുകളും നഷ്ടപ്പെടും എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ആവശ്യമുള്ള കോളേജുകളിൽ മാത്രം ഈ തേർഡ് ഫേസിൽ അലോട്ട്മെന്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയതുപോലെ തന്നെ again ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, വീണ്ടും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ അടയ്ക്കണം. 2000 rupees ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ അടച്ച് വേണം നമ്മൾ തേർഡ് ഫേസ് അലോട്ട്മെന്റിന് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ആ അടച്ചിട്ടുള്ള ഫീ എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് അതിൽ നമുക്ക് ഓപ്ഷൻ കൊടുത്ത് അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, സീറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ട്യൂഷൻ ഫീസിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഫീസ് നമുക്ക് പോകുമൊന്നുമില്ല, ട്യൂഷൻ ഫീസിലേക്ക് അഡ്ജസ്റ്റഡ് ആവും. പിന്നെ ഈ 2000 എന്ന് പറയുന്നത് നമ്മൾ SC ST OBC കാറ്റഗറിയിലും സ്പെഷ്യൽ ബെനിഫിറ്റ്സ് വരുന്ന കാറ്റഗറിയിലുള്ളവർക്ക് 500 മാത്രമാണ് വരുന്നത്. അവർക്കും ഇത് അഡ്മിഷൻ സമയത്ത് അവരുടെ ഫീസിലേക്ക് അത് അല്ലെങ്കിൽ കോഷൻ ഡെപ്പോസിറ്റിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഓക്കെ,
ഇനി ഈ ഫീസ് അടച്ചിട്ട് നമുക്ക് തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ എവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യും. അതേസമയം നമുക്ക് കിട്ടിയിട്ടും നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പെനാലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. അത് നമ്മൾ നേരത്തെ ഉള്ളത് പോലെ തന്നെയാണ്. പിന്നെ ഇവിടെയും നമുക്ക് ഈ ഫീസ് ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴിയോ നമുക്ക് ഈ ഒരു ഫീസും അടയ്ക്കാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് പോലെയല്ല തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ നമ്മൾ ഫീസ് അടച്ചുകൊണ്ട് മാത്രം, നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, നമുക്ക് ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടും പുതിയ ഓപ്ഷൻസ് കൊടുക്കാനും സാധിക്കുകയുള്ളൂ. ഇനി ഇതില് കൃത്യമായിട്ടുള്ള അതിന്റെ ഒരു ഷെഡ്യൂൾ പറഞ്ഞു കഴിഞ്ഞാല് 26th വരെയാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക. ദെൻ 28ാം തീയതി ആയിരിക്കും പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരുന്നത്. ഓക്കെ, 29ാം തീയതിയാണ് ഫൈനൽ അലോട്ട്മെന്റ്. അതായത് നമ്മളിപ്പോ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് തേർഡ് ഫേസ് അലോട്ട്മെന്റിന്റെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് ഡേ നമുക്ക് ഫൈനൽ അലോട്ട്മെന്റ് വരും. 29ാം തീയതിയോട് കൂടി തന്നെ ഫൈനൽ അലോട്ട്മെന്റ് വരും. അതിനുശേഷം നമുക്ക് അതിൽ കിട്ടുന്നതിനനുസരിച്ച് അഡ്മിഷൻ എടുക്കാനും ഒരു സമയം ഉണ്ടാവും. അപ്പോൾ ഈ മാസത്തോട് കൂടി ആ ഒരു പ്രൊസീജിയർ ഒക്കെ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കാം, ഇത് ലാസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു അലോട്ട്മെന്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഗവൺമെന്റ് കോളേജിലേക്ക് മേ ബി സ്പോട്ട് അലോട്ട്മെന്റ് വഴി DTA ആയിരിക്കും അത് ഫില്ല് ചെയ്യുന്നത്. ബാക്കിയുള്ള കോളേജുകളെല്ലാം തന്നെ അവരവര് കോളേജ് അതോറിറ്റീസ് ആയിരിക്കും, അല്ലാതെ ഇനി CE വഴി ഒരു അലോട്ട്മെന്റ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതൊരു അവസാന ചാൻസ് ആണ്. ഇനി ഇതില് 2 പുതിയ എഞ്ചിനീയറിംഗ് കോഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. TKM ല് നമുക്കൊരു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AI ഒരു 60 സീറ്റുള്ള ഒരു കോഴ്സും, അതേപോലെ തന്നെ ഫാർമസിയിലും ഒരു കോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഇതുവരെ എവിടെയും കിട്ടാത്തവർ, ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും കിട്ടാത്തവർക്കും അതിൽ ഓപ്ഷൻസ് കൊടുക്കാത്തവർക്കും ഒക്കെ ഇതൊരു അവസരമാണ്. അതല്ല ഇപ്പൊ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ഒരു കോളേജിൽ നമുക്ക് മാറി കൊടുക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഓപ്ഷൻസ് കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണെന്ന് കൂടെ മനസ്സിലാക്കുക. അപ്പൊ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ നമ്മൾ കൊടുത്തത് പ്രകാരം നമുക്ക് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള സെക്കൻഡ് ഫേസിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള കോളേജിൽ നിന്ന് മാറി നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. ഓപ്ഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു 2000 നിങ്ങൾ ഫീസും അടയ്ക്കണം. അപ്പൊ ഇത്രയാണ് തേർഡ് ഫേസ് അലോട്ട്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇനി അധികം ദിവസങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുമാനം എടുത്ത് നിങ്ങൾക്ക് അത് തേർഡ് ഫേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പങ്കെടുക്കാം. താങ്ക് യു.